അടുത്ത സീസണിന് മുന്നോടിയായുള്ള മിനി താരലേലത്തിന്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രതിഭകൾ തങ്ങളുടെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്ന ഈ സുപ്രധാന ദിവസത്തിനായി ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈ മാസം 16-ന് UAE അബുദാബിയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ലേലത്തിനായി ആകെ 1355 കളിക്കാർ രജിസ്റ്റർ ചെയ്തതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. എന്നാൽ ഈ വലിയ ലിസ്റ്റ് ലേലത്തിന് മുമ്പ് തന്നെ പകുതിയോളം വെട്ടിച്ചുരുക്കി അന്തിമ പട്ടിക തയ്യാറാക്കുമെന്നതിനാൽ രജിസ്റ്റർ ചെയ്ത കളിക്കാരെല്ലാം ലേലത്തിൽ എത്തണമെന്നില്ല. ഈ വർഷം നടക്കുന്നത് ഒരു മിനി താരലേലമായതിനാൽ തന്നെ ഫ്രാഞ്ചൈസികളുടെ കൈവശം കഴിഞ്ഞ സീസണുകളിലേതുപോലെ വലിയൊരു പണസഞ്ചിയോ അധികം ഒഴിവുകളോ ഇല്ല. മിക്ക ടീമുകളും തങ്ങളുടെ പ്രധാന താരങ്ങളെ നിലനിർത്തുകയും അടുത്ത സീസണിലായുള്ള സ്ക്വാഡ് ഘടന ഏറെക്കുറെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ഫ്രാഞ്ചൈസികൾക്കും കൂടി ലേലത്തിൽ ആകെ നികത്തേണ്ടത് 77 താരങ്ങളുടെ ഒഴിവുകൾ മാത്രമാണ്. ഇതിൽ തന്നെ വിദേശ താരങ്ങളുടെ ഒഴിവുകൾ വെറും 31 മാത്രമാണെന്നത് ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വിദേശ കളിക്കാരെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ലേലത്തിനെത്തുന്ന താരങ്ങളിൽ വലിയൊരു വിഭാഗം പേർക്കും ഫ്രാഞ്ചൈസികളിൽ ഇടം നേടാൻ കഴിയാതെ നിരാശരായി മടങ്ങേണ്ടി വരുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ലേലത്തിൽ താരങ്ങളെ കാത്തിരിക്കുന്ന ഏറ്റവും ഉയർന്ന അടിസ്ഥാന വില 2 കോടി രൂപയാണ്. ലോകോത്തര കളിക്കാർ തങ്ങളുടെ പ്രാരംഭ മൂല്യമായി ഈ തുക തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു വ്യത്യാസവും കാണാൻ കഴിയും. ഇന്ത്യൻ കളിക്കാർക്കിടയിൽ വെറും 2 പേർ മാത്രമാണ് ഈ പരമാവധി അടിസ്ഥാന വിലയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശേഷിക്കുന്ന ഇന്ത്യൻ താരങ്ങളെല്ലാം 2 കോടിക്ക് താഴെയുള്ള അടിസ്ഥാന വിലകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 2 കോടി അടിസ്ഥാന വിലയ്ക്ക് ഇടം നേടിയ ഇന്ത്യൻ കളിക്കാർ ഇടൻകയ്യൻ സീം ബൗളിംഗ് ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യരും യുവ സ്പിന്നർ രവി ബിഷ്ണോയിയുമാണ്. മുൻപ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ നിർണായക താരമായിരുന്ന വെങ്കടേഷിനെ ടീം റിലീസ് ചെയ്തതോടെയാണ് അദ്ദേഹം ലേലത്തിനായി പൂളിലെത്തിയത്. അതുപോലെ ലക്നൗ സൂപ്പർ ജയൻസ് കൈവിട്ടതോടെയാണ് ബിഷ്ണോയും ലേലത്തിൽ സ്വന്തം മൂല്യം തേടാനെത്തുന്നത്. ഇന്ത്യൻ താരങ്ങൾക്കിടയിലെ ഈ ചെറിയ സംഖ്യ ലേലത്തിലെ അവരുടെ സ്ഥാനത്തെക്കുറിച്ചും ഫ്രാഞ്ചൈസികളുടെ താല്പര്യങ്ങളെ കുറിച്ചുമുള്ള ചില സൂചനകളും നൽകുന്നുണ്ട്. എന്നാൽ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ചിത്രം നേരെ മറിച്ചാണ്. ആകെ 43 വിദേശ കളിക്കാർ 2 കോടി അടിസ്ഥാന വിലയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിലെ സൂപ്പർ ഓൾറൗണ്ടറായ കാമറൂൺ ഗ്രീൻ, മുൻപ് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് എന്നിവരുൾപ്പെടെ ലോകോത്തര താരങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്. വിദേശ താരങ്ങൾ ഉയർന്ന അടിസ്ഥാന വിലയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ലേലത്തിൽ ഇവരിൽ ചിലർക്കെങ്കിലും വലിയ ഡിമാൻഡ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടതിന്റെ സൂചന നൽകുന്നു. വിദേശ താരങ്ങളുടെ എണ്ണം 31 മാത്രമായി ചുരുങ്ങുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്നും ആർക്കൊക്കെ ഭാഗ്യം ലഭിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ചും ടീമുകൾ തങ്ങളുടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തുന്നതിനായി ഏതൊക്കെ പൊസിഷനുകളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഈ താരങ്ങൾ വിധിയെഴുതുകയും ചെയ്യും. അതേസമയം കഴിഞ്ഞ മെഗാലേലത്തിൽ അൺസോൾഡായി പോയ ബംഗ്ലാദേശ് മുൻ ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറുമായ ഷാക്കിബുൽ ഹസന്റെ അടിസ്ഥാന വില ഇത്തവണ 1 കോടി രൂപയാണ്. അദ്ദേഹത്തിന്റെ നിലവിലെ ഫോമും പ്രായവും പരിഗണിച്ച് തന്റെ അടിസ്ഥാന വില അദ്ദേഹം കുറച്ചത് ഫ്രാഞ്ചൈസികളുടെ ശ്രദ്ധ ആകർഷിക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ആരും എടുക്കാതിരുന്ന ഷാക്കിബ് ഈ കുറഞ്ഞ അടിസ്ഥാന വിലയിൽ ഇത്തവണ ഏതെങ്കിലും ടീമിൽ ഇടം നേടുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. മൊത്തത്തിൽ 1355 താരങ്ങൾ രജിസ്റ്റർ ചെയ്ത ഈ ലേലപ്പൂൾ IPL ഫ്രാഞ്ചൈസികൾക്ക് മുന്നിൽ പ്രതിഭകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് തുറന്നു നൽകുന്നത്. ഓരോ ടീമും തങ്ങളുടെ തന്ത്രങ്ങൾക്കനുസരിച്ച് താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനാൽ 77 പേർക്ക് മാത്രം അവസരം ലഭിക്കുന്ന ഈ മിനി ലേലം ചില താരങ്ങൾക്ക് വലിയ തുക നേടിക്കൊടുക്കുമ്പോൾ വലിയൊരു വിഭാഗത്തിന് നിരാശ നൽകുമെന്നതിലും സംശയമില്ല. നിലവിലുള്ള ടീമിന്റെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് കൃത്യമായ പോരായ്മകൾ നികത്താൻ ഫ്രാഞ്ചൈസികൾ നടത്തുന്ന ശ്രമങ്ങൾ ഈ ലേലത്തെ കൂടുതൽ കൗതുകകരമാക്കും. ലേലത്തിന്റെ അന്തിമ പട്ടിക പുറത്തു വരുന്നതോടെ ഏതൊക്കെ താരങ്ങൾക്കാണ് ഈ ഭാഗ്യദിനം ലഭിക്കുകയെന്നും ഏതൊക്കെ ഇന്ത്യൻ വിദേശ താരങ്ങളാണ് തങ്ങളുടെ അടിസ്ഥാന വില മറികടന്ന് റെക്കോർഡ് തുകയ്ക്ക് സ്വന്തമാക്കപ്പെടുകയെന്നും വ്യക്തമാകും. ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടപെടലുകൾ നടക്കുന്ന ഈ ലേലം അടുത്ത സീസണിലെ IPL മത്സരങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുമെന്നതിലും സംശയമില്ല.